പിക്സാറും എന്താ പറയുക ഡിസ്നിയൊക്കെ കൂടെ ചേർന്നിട്ട് ചെയ്തിട്ടുള്ളൊരു പടമാണെന്ന് തോന്നുന്നുണ്ട് എലിയോ. സോ എന്താണെങ്കിലും കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇതിൻ്റെ ആനിമേഷൻ ഗ്രാഫിക്സ് ലെവലൊക്കെ എന്ന് പറയുന്നത് ടോപ്പ് നോച്ച് ആണ് ഗൈസ്, ടോപ്പ് നോച്ച്. നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് നമുക്ക്, റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഒരു ആപ്പ് ഇപ്പോൾ ഒരു ആനിമേഷൻ അല്ല. സോ അതുകൊണ്ട് തന്നെ ആനിമേഷൻ ലെവലിൽ നല്ല ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആനിമേഷൻ മൂവി കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എലിയോ ഒന്ന് കണ്ടു നോക്കാം. ആ സ്പേസ് ഒക്കെ കാണിച്ചിരിക്കുന്നതും എലിയോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിച്ചിരിക്കുന്നതും അന്യഗ്രഹ ജീവികളെ കാണിച്ചിരിക്കുന്നതും ഒക്കെ തന്നെ വളരെ രസകരമാണ്. സോ എലിയോ പുള്ളിക്കാരൻ ഈ സ്പേസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമുള്ള ഒരു സംഭവം. അപ്പോൾ അന്യഗ്രഹ ജീവികളായിട്ട് പുള്ളിക്കാരൻ കണക്ട് ആവുന്നുണ്ടോ ഇല്ലേ, സ്പേസിലേക്ക് പോകുന്നുണ്ടോ ഇല്ലേ, അതിനുശേഷം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ പറയുന്ന ഒരു സിനിമയാണ് എലിയോ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഭയങ്കരമായിട്ട് എടുത്തു പറയാനുള്ള ട്വിസ്റ്റോ ട്രെയിനിങ്ങോ ഒന്നുമില്ല. ഭയങ്കര ആകാംക്ഷ കിട്ടുന്ന നേജ പാർട്ട് 2 പോലത്തെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കണക്റ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആനിമേഷൻ ലെവലൊക്കെ അടിപൊളിയാണ്. സോ അതുകൊണ്ടാണ് നല്ലൊരു ആനിമേഷൻ ആയിട്ടുള്ള ഒരു എബോ ആവറേജ് പടം കണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിയോ കണ്ടു നോക്കാം. അതിന് കൂടുതലപ്പുറം ഒന്നും പറയാനില്ല. കാരണം ഞാൻ എന്ത് തട്ടിക്കുട്ടി പറയാനാ, ഒന്നുമില്ല.